ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ഗോത്ര വീരനായകൻ ബിർസ മുണ്ടയുടെ ജന്മദിനം ട്രൈബൽ പ്രൈഡ് ഡേ ആയി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ കേന്ദ്ര സർക്കാരാണ്. മോദി വികസിത് ഭാരത് യാത്ര ആരംഭിച്ചത് ബിർസ മുണ്ടയുടെ ജന്മസ്ഥലത്ത് നിന്നാണ്. ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, കർണാടക, രാജസ്ഥാൻ, ബംഗാൾ എന്നിവിടങ്ങളിലായി 10 പട്ടികവർഗ സിറ്റിംഗ് സീറ്റുകൾ ഇത്തവണ BJPക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടങ്ങളിലെ RSS വേരോട്ടം അത് ശക്തമാണ്. രാജ്യത്തെ ആദിവാസി മേഖലകളിൽ പതിറ്റാണ്ടുകളായി സൃഷ്ടിച്ചെടുത്ത സ്വാധീനത്തിന്റെ നാൾ വഴി കൗതുകകരം. പല തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യൻ ഗോത്രവർഗ മേഖല BJPയോട് ചായ്വ് പ്രകടിപ്പിച്ചതിലെ തന്ത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഗോത്രവർഗ വിഭാഗക്കാർ ഛത്തീസ്ഗഡിലും ഒഡീഷയിലും BJP മുഖ്യമന്ത്രിമാരായത് ഇതിലൊന്നു മാത്രം. ST വിഭാഗ മുഖ്യമന്ത്രിമാരെ കൊണ്ട് മാത്രം സംഭവിച്ചതല്ല ഗോത്രമേഖലയിലെ ഈ BJP സ്വാധീനം. പാർട്ടിയിൽ നിന്നകന്ന ST നേതാവ് ബാബുലാൽ മറാണ്ടിയെ 14 വർഷത്തിനു ശേഷം തിരിച്ചെത്തിച്ചത് അമിത്ഷായാണ്. ജാർഖണ്ഡ് ആദ്യ മുഖ്യമന്ത്രി എന്ന സ്വാധീനം മുതലാക്കാൻ മറാണ്ടിയെ സംസ്ഥാന അധ്യക്ഷനാക്കി. എന്നിട്ടും 5 പട്ടികവർഗ സംവരണ സീറ്റുകളിൽ ഒന്നിലും ഇത്തവണ താമര വിരിഞ്ഞില്ല. 4ഇടത്ത് 1 ലക്ഷത്തിന് മുകളിൽ വോട്ടിന് തോറ്റു. ആകെ 14 സീറ്റിൽ 9 NDAക്ക് ലഭിച്ചുവെങ്കിലും വോട്ട് ഷെയർ 51.6% നിന്ന് 44.60% കുറഞ്ഞു. അർജുൻ മുണ്ടയുടെ തോൽവി, സീതാ സോറന്റെ തോൽവി, ഗീതാ ഗോഡയുടെ തോൽവി, ST മോർച്ച നേതാവ് സമീർ ഒറോണിന്റെ തോൽവി എന്നിവ ക്ഷീണമായി. ചർച്ച ചെയ്യപ്പെട്ടതോ ഹേമന്ത് സോറന്റെ അറസ്റ്റും. ൽ നിയമസഭയിലേക്ക് 28 പട്ടികവർഗ സംവരണ സീറ്റുകളിൽ 2ഇടത്ത് മാത്രം വിജയിച്ച BJPക്ക് 81 അംഗ അസംബ്ലിയിലെ 32 നിയമസഭാ ഗോത്രമണ്ഡലങ്ങളിൽ 4 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ശേഷം നടന്ന 7 ഉപതെരഞ്ഞെടുപ്പിൽ 4ലും ജയം JMMനായിരുന്നു. ഗാണ്ടയിൽ കൽപ്പന സോറൻ 27,000-ലധികം വോട്ടിനാണ് BJPയെ തറപറ്റിച്ചത്. ജാർഖണ്ഡ് അടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലെ 10 ST സിറ്റിംഗ് സീറ്റുകൾ BJP കൈവിട്ടു. പക്ഷേ ഗോത്രവർഗ മേഖലകളിൽ പതിറ്റാണ്ടുകളായി RSS ഉണ്ടാക്കിയ വേരോട്ടം ചെറുതല്ല. തിരിച്ചടി ജാർഖണ്ഡിലേത് മാത്രം. सैकड़ों वर्षों से हमारे आदिवासी समाज ने भारत को कैसे सशक्त बनाया, भारत की संस्कृति को कैसे संरक्षित और समृद्ध किया. 23% ഗോത്രവിഭാഗങ്ങളുള്ള ഒഡീഷയിലെ കണക്കാണ് ഇതിന്റെ മറുപുറം. ഈ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റിൽ 20ഉം BJP തൂത്തുവാരി. 12 സീറ്റ് അധികം, 8ൽ 7 സംവരണ സീറ്റും നേടി. ഒപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 147ൽ 78ഉം വിജയിച്ചു. 33 സംവരണ സീറ്റിൽ 18ലും താമര വിരിഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റായ് രംഗപൂർ അതിലൊന്ന്. BJP നേടിയ 18ൽ പകുതിയും BJDയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും. 24 വർഷത്തെ ബിജു ജനതാദൾ ആധിപത്യം അട്ടിമറിച്ച ജയം. മോഹൻ ചരൺ മാജി എന്ന ഗോത്രവിഭാഗക്കാരനെ മുഖ്യമന്ത്രിയാക്കുക മാത്രമല്ല BJP ചെയ്തത്, മന്ത്രിസഭാ ഭൂരിപക്ഷവും പിന്നോക്ക വിഭാഗത്തിന് നൽകി. ഗോത്രങ്ങളും ഖനികളുമുള്ള ഛത്തീസ്ഗഡിലും BJP മുന്നേറി. 11ൽ 10 സീറ്റിലും വിജയിച്ചു. സംവരണ മണ്ഡലമായ ബസ്തർ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ താമര വിരിഞ്ഞു. ട്രൈബൽ ബെൽറ്റിലെ 29ൽ 17 സീറ്റും നിയമസഭയിൽ BJP നേടിയിരുന്നു. 2018ൽ 90 സീറ്റിൽ 60 സീറ്റ് നൽകി കോൺഗ്രസിനെ ജയിപ്പിച്ച അതേ ഛത്തീസ്ഗഡ് 2023ൽ വിധി മാറ്റി എഴുതി. നിർണായകമായത് ഗോത്ര വോട്ടുകളും. 18 സീറ്റ് ഗോത്രഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കോൺഗ്രസിന് നഷ്ടമായി. 15 വർഷം അധികാരത്തിലിരുന്ന രമൺ സിംഗിന് ബദലായി ആദ്യ ഗോത്രവർഗ മുഖ്യമന്ത്രിയെയും അമിത്ഷാ ഇറക്കി. വിഷ്ണു ദിയോ സായ്. ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति RSSന്റെ ഭാരതീയ വനവാസി കല്യാണിന്റെ പ്രവർത്തനം പ്രധാന ഘടകമാണിതിൽ. ഗോത്രമേഖലയിൽ ക്രിസ്ത്യൻ മതപരിവർത്തനം ആരോപിച്ച് സൃഷ്ടിച്ചെടുത്ത ബദൽ. ഗോൾവാക്കറിന്റെയൊക്കെ തലയിലുദിച്ച ആശയം വേരും വളവുമായി. വിവിധ സംസ്ഥാനങ്ങളിലായി 15,000 ഗ്രാമങ്ങളിൽ വനവാസി കല്യാണിന് വൻ സ്വാധീനമുണ്ട്. ഗോത്രങ്ങൾക്ക് അപരിചിതമായ ഹിന്ദുത്വ രാഷ്ട്രീയം ട്രൈബൽ ഹോസ്റ്റലും പഠന ആരോഗ്യ സംവിധാനങ്ങളുമായി ഘർ വാപ്സി എന്ന പേരിലെത്തിച്ചു. മുൻ ശീലങ്ങൾ വെടിഞ്ഞ് അവർ ഗണേശോത്സവവും നവരാത്രിയും ആഘോഷിച്ചു.
ഗോത്രമേഖലകളിലെ ക്രിസ്ത്യൻ മുസ്ലിം മതപരിവർത്തനത്തിനെതിരെ ST ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യവും ബസ്തർ മേഖലയിലെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് നേരെയുണ്ടായ അക്രമവും മുസ്ലിം സംവരണ ചർച്ചകളിലൂടെ സ്വീകാര്യതയും ഇതിനൊപ്പം ചേർത്ത് വായിക്കണം. കുക്കി സോ വിഭാഗങ്ങളെ SC ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതിലെ മണിപ്പൂർ തർക്കം ഒറ്റപ്പെട്ടതല്ലെന്ന് ചുരുക്കം. ഛത്തീസ്ഗഡിലെ വിഷ്ണു ഡിയോസായി വനവാസി കല്യാണിലൂടെ ഉദിച്ച നേതാവും ഗോത്രവർഗ ഘർവാപ്സിയുടെ പോസ്റ്റർ ബോയിയുമാണ്. ഒഡീഷയുടെ ആദ്യ സന്താൾ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയുടെ ആദ്യ ക്യാബിനറ്റ് തീരുമാനം ജഗന്നാഥ ക്ഷേത്രത്തിന്റെ 4 വാതിലുകളും തുറക്കാനുള്ള ഉത്തരവായിരുന്നു. സത്യപ്രതിജ്ഞാ ദിവസം മന്ത്രിസഭ ഒന്നാകെ ക്ഷേത്രത്തിലേക്കെത്തി. ഇതേ മാജിയാണ് BJP അധ്യക്ഷനായിരിക്കെ ഗ്രഹാം സ്റ്റെയിൻസ് വധക്കേസ് പ്രതിയായ ബജ്രംഗദൾ നേതാവ് ധാരാസിംഗിന്റെ മോചനത്തെ അനുകൂലിച്ചത്. പക്ഷേ ഇത്തവണ BJPക്ക് നഷ്ടപ്പെട്ട 92-ൽ 29 സീറ്റും പട്ടികവർഗ സീറ്റുകളാണ് എന്നതാണ് വൈരുദ്ധ്യം. കോൺഗ്രസ് വന്നാൽ ST സംവരണം പിടിച്ചെടുക്കപ്പെടുമെന്ന് മോദി പ്രസംഗിച്ച ബൻസ്വാരയിൽ BJP തോറ്റത് ഭാരതീയ ആദിവാസി പാർട്ടി നേതാവിനോട്. ഭൂരിപക്ഷം 2,47,000. സീറ്റ് നേട്ടമുണ്ടായില്ലെങ്കിലും ട്രൈബൽ ബെൽറ്റിലെ പ്രതിപക്ഷ മുന്നേറ്റം ശ്രദ്ധേയമാണ്. 47 ST സംവരണ സീറ്റിൽ 25-ൽ BJP ജയിച്ചപ്പോൾ 2009-ൽ 4 ST സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസ് ഇത്തവണ 12 സീറ്റ് നേടി. വർധന 7 മടങ്ങ്. JMM, BAP എന്നിവർ മാത്രമല്ല, മേഘാലയയിലെ വോയിസ് ഓഫ് പീപ്പിൾസ് പാർട്ടി, മിസോറാമിലെ സോറാം പീപ്പിൾസ് മൂവ്മെന്റ് എന്നിവയും ഇത്തവണത്തെ ഗോത്ര മുന്നേറ്റത്തിലെ കണ്ണികളാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.